എന്റെ സ്ഥാനം റിസൈൻ ചെയ്തതിനു ശേഷം വീട് വിട്ട് പോയതാ. ഏതാണ്ട് മല മറിക്കുമെന്ന് പറഞ്ഞിട്ട് മിടുക്കന്മാര് വളരുന്നുണ്ട്. നിന്റെ ചേട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലട. ഇനി നിന്റെ സാമർത്ഥ്യം കൊണ്ട് നീ കമ്പനി മുന്നോട്ട് നയിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാം. അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ഏട്ടനെ എടുത്തേം കണ്ടപ്പോ മുത്തശ്ശന് സ്നേഹത്തോടെ എന്തെങ്കിലും രണ്ടു വാക്ക് പറയുമായിരുന്നു. അതിന്റെ ആവശ്യം എനിക്കില്ല. മതി മതി, തീരെ വയ്യ. എന്നാലും വാശിക്ക് ഒരു കുറവില്ല. വന്നേ, അച്ഛൻ എന്താ ചെയ്യട്ടെ ആദർശനോട് ഇത്രയ്ക്ക് ദേഷ്യം? ആദർശത്തിന്റെ കാര്യം പോട്ടെ, ഏട്ടത്തിയോട് നീരസം കാണിക്കേണ്ട കാര്യമൊന്നും മുത്തശ്ശന്. നയനയോട് നീരസമൊന്നുമില്ല. ആദർശനെ കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഒരു ദിവസം അവിടെ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞതാ. അച്ഛൻ സമ്മതിച്ചില്ല. പിന്നെ ചൂടും പ്രഷറും ഒക്കെ നോർമൽ ആയപ്പോ ഡോക്ടർ പൊയ്ക്കോളാൻ പറഞ്ഞു. മുത്തശ്ശന്റെ പ്രതീക്ഷകളാണ് ആദർശത്തെ തകർത്തത്. ഒരിക്കലും മൂർത്തി ജ്വല്ലറിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന മുത്തശ്ശൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതിനൊരു പരിഹാരമുണ്ട്. ദേ, ഇവന്റെ സ്ഥാനം നീ ഏറ്റെടുത്താൽ മതി. പെട്ടെന്ന് കമ്പനി വളരും. എന്നാ നമ്മുടെ ജ്വല്ലറി ഒന്നാമതാവും, മുകളേന്നല്ല താഴേന്ന്. ഇപ്പൊ കാണാലോ, ഒരു കഴിവുമില്ലാത്ത ഇവൻ കമ്പനിയെ കൊടുകൂടി കഴിച്ചുന്നത്. നീ വാദേവേനി. ആദർശം നയനെ അവിടുന്ന് വേദനയോട് പോയതിന്റെ ഒരു നിരാശയുണ്ട് എനിക്ക്. പിള്ളേർക്ക് വലിയ വിഷമായി. എടാ മോനെ, ഇവനിപ്പോ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടടാ. നിന്നെ സഹായിക്കാൻ ഇവനെ കൂടെ കൂട്ടിക്കൂടെ? അയ്യോ, ഇവനെ കൂടെ കൂട്ടിയ കമ്പനിക്ക് എന്ത് സംഭവിക്കുന്ന ഇപ്പൊ വല്യമ്മ പറയുന്നത് അപ്പച്ചോട് കേട്ടല്ലേ? മൂർത്തി ജ്വല്ലറി ഇപ്പൊ ഒരു വലിയ പ്രതിസന്ധിയില്ല. അതിന് ആക്കം കൂട്ടാൻ ഇനിയിപ്പോ ഇവന്റെ കൂട്ട് പിടിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജ്വല്ലറി താങ്ങി നിർത്തണം. അതിനെനിക്ക് സഹായം ആവശ്യമാണ്. ഇവന്റെ അല്ല, എന്റെ അച്ഛന്റെയും വല്യച്ഛന്റെയും ആദർശന്റെയും ഒക്കെ. അവന്റെ ഒരു അമ്മയ്ക്ക് ഇവരെ പണിയില്ലമ്മേ. എനിക്ക് ഏൻ ജ്വല്ലറി നല്ല ഓഫർ ഉള്ളപ്പോ ഇവന്റെ ഒക്കെ കാല് പിടിക്കേണ്ട ആവശ്യമുണ്ട്. എടാ, ഞാൻ വെറുതെ ചോദിച്ചതാ. അങ്ങനെ ചോദിക്കുന്നത് നല്ലല്ലേ? നാളെ നീ ഏൻ ജ്വല്ലറിയിലേക്ക് പോകുമ്പോ ഇതൊക്കെ നിനക്ക് പറയാലോ. നീ അനിയുടെ കാല് പിടിച്ചിട്ട് നിന്നെ കൂടെ കൂട്ടാൻ അവൻ പോലും തയ്യാറായില്ലല്ലോന്ന്. ഞാൻ ഏൻ ജ്വല്ലറിയിലേക്ക് പോയാൽ ഇവിടെ ഒരു വിപ്ലവം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എടാ, അതൊക്കെ നീ നവ്യെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിച്ചാൽ മതി. അവൾക്ക് പറയാൻ ഓസ് ഉണ്ടല്ലോ. വോയിസ് ഒക്കെ ഉണ്ട്. അവള് സത്യങ്ങൾ അറിയുന്നത് വരെ. അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഏൻ ജ്വല്ലറിയിൽ എന്നല്ല, ഈ ലോകത്ത് ഒരിടത്തും ഞാൻ ജോലി ചെയ്യാൻ അവള് സമ്മതിക്കത്തില്ല. അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. വഞ്ചന കാട്ടിയെന്ന് അറിഞ്ഞാൽ അവൾ എന്നെ വെട്ടി നുറുക്കി അടുപ്പിലേക്ക് വെക്കും. തടസ്സം പിടിക്കാൻ വന്ന അമ്മയെ അവൾ കൊല്ലും. ആദർശൻ അതിനുമോള് മാറി നിൽക്കുന്നത് ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അത് വസുന്ധര പറഞ്ഞത് സത്യം തന്നെയാ. അവർ രണ്ടാളും പടിയിറങ്ങി പോയതിനു ശേഷം വല്ലാത്തൊരു ശൂന്യതയാണ് വീട്ടിനകത്ത്. എന്നാ പിന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ? ഇദ്ദേഹം പറഞ്ഞ ഉറപ്പായിട്ടും ആദർശൻ അതിനെയും വരും. എന്റെ മനസ്സെന്താണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടും തനിക്കൊന്നും മനസ്സിലായില്ലേ വസുന്ധരെ? ആദർശനെയും നയനമോളെയും ഞാൻ പുറത്താക്കിയിട്ടില്ല. അവരായിട്ട് തന്നെ പുറത്തു പോയതാ. ഇപ്പൊ നമ്മളെ ശത്രുക്കളെ തേടി ആദർശ് പല വഴി സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. നമ്മൾ വലിയൊരു പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് അവൻ അവന്റെ കഴിവിന്റെ പരമാവധി വർക്ക് ചെയ്യുന്നുണ്ട്. ആദർശും നയനമോളും കിരണും കല്യാണിയും എല്ലാം കൂടി ഒന്നിച്ച് അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നുണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈ പോയപ്പോ നമ്മുടെ കൊച്ചുമോനെ ഉറക്കി കിടത്തിയ ഒരു പെൺകുട്ടി ചതിയല്ലേ അത്? അതിനു മുൻപ് അവന് ദുബായിലെ ജയിലാക്കാൻ നോക്കി. അങ്ങനെ വൃത്തികെട്ട കളികൾ കളിക്കുന്നവര് നാളെ ആദർശനെ കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് എന്താ ഉറപ്പ്? എന്നാൽ ഇവിടെ ആദർശ കമ്പനിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തായി അറിയുന്ന ശത്രുക്കൾ അവനെതിരെ വാളെടുക്കില്ല. എല്ലാം ഇദ്ദേഹം ചിന്തിക്കുന്ന പോലെ നടന്നാ മതിയായിരുന്നു. വസുന്ധരെ, നമ്മുടെ പ്രാർത്ഥനകൾ, സങ്കടങ്ങൾ എല്ലാം ദൈവം കാണാതിരിക്കില്ല. സമയം ഒരുപാടായി. ദേഹം കിടക്ക. ആ നന്ദു, എന്തായിടാ മുത്തശ്ശന്റെ കാര്യം? കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദർശേട്ടനും നയനേച്ചൊക്കെ പോയത് മുത്തശ്ശന് വലിയ വിഷമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മുത്തശ്ശന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒന്നും അത് നിഴലിച്ച് കണ്ടില്ല. അതുപോലെ തന്നെ മുത്തശ്ശന്റെ അസുഖമൊക്കെ മാറിയ ശേഷം മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ നിന്നോട് വേറെ കാര്യം പറയാൻ കൂടിയാ ഞാൻ വിളിച്ചത്. മറ്റന്നാൾ എന്റെ ബർത്ത്ഡേയാ. ആഹാ, ഈ ടെൻഷന്റെ ഇടയിൽ കേട്ട നല്ലൊരു വാർത്തയാണല്ലോ ഇത്. ആഘോഷമൊന്നുമില്ല. രാവിലെ അച്ഛനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി എന്റെ പേരിൽ ഒരു ഗണപതി ഹോമം നടത്തും. പിന്നെ നയനേച്ചി ആദർശനെ ഒന്നും ഞാനിത് ഓർമ്മിപ്പിക്കുന്നില്ല. സാധാരണ ചേച്ചി ഓർത്തിട്ട് എന്നെ വിളിക്കുകയും ചെറിയ ആഘോഷം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തവണ ഇപ്പൊ അതൊന്നും വേണ്ട. അല്ല, അങ്ങനെ വേണ്ടെന്ന് വെക്കരുത് കേട്ടോ. മറ്റന്നാ ഞാനൊരു കേക്ക് സെറ്റ് ചെയ്ത് നിന്നെ വിളിക്കാം. ഞാൻ എവിടെയായാലും നീ അങ്ങോട്ട് വരണം. അല്ല, അതിപ്പോ എടീ, നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ? അപ്പൊ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരല്പം വൈകി വീട്ടിൽ വന്നാലും ആരും ചോദ്യം ചെയ്യാനൊന്നും തോന്നില്ലല്ലോ. അത് വേണോടാ? വേണം. നമ്മൾ തമ്മിൽ പ്രണയിച്ച ശേഷം ആദ്യമായിട്ട് വരുന്ന നിന്റെ ബർത്ത്ഡേ, അത് ആഘോഷിച്ചേ പറ്റൂ. പിന്നെ മറ്റാരോടൊപ്പം ഈ വിവരം പറയണ്ട. അല്ല, ആരായി മറ്റുള്ളവര്? അല്ല, നീ നവീനും ഇപ്പോ ഏത് സമയം വിളിയുണ്ടല്ലോ. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത്തവണ അവനോട് പോലും പറയണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ രാകേഷിനോട് വിഘ്നേഷിനോട് പറയണ്ടേ? എടീ, പറയണ്ട. നമ്മൾ രണ്ടാളും മാത്രം മതി. അവന്മാർക്കൊക്കെ എന്റെ ബർത്ത്ഡേ അറിയുമെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ അവന്മാര് വിളിക്കുവാണെങ്കിൽ ഞാൻ എന്തോ പറയും? എടീ, ഇത്തവണ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതി. മറ്റന്നാൾ കുറച്ചു നേരമെങ്കിലും നീ ഞാൻ മാത്രം മതി. ഇപ്പോഴത്തെ കാര്യം നിനക്കറിയാലോ. തിരക്കെന്ന് പറഞ്ഞാൽ അതിപ്പോ ചെറിയ തിരക്കല്ല. എല്ലാ തലവേദനയും ഇപ്പൊ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടക്കുക. ഇതിനു മുമ്പ് ആദർശന്റെ സപ്പോർട്ടില് കാര്യങ്ങൾ ചെയ്തു പോയാൽ മതിയായിരുന്നു. ഇപ്പോ തീരുമാനം എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും എല്ലാം ഞാൻ തന്നെയാ. അതിനിടയില് നീ വിളിക്കുമ്പോഴാ എനിക്ക് ചെറിയ ആശ്വാസം കിട്ടുന്നത്. ശരിയടാ, ഇനിയിപ്പോ നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. മറ്റന്നാ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ആ നീ വെച്ചില്ലേ? ഇല്ല, നീ വെക്ക്. അതാടാ അങ്ങനൊരു പറച്ചില്. ആദ്യം ഞാൻ വെക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. നീ വെക്കണ്ട, നമുക്ക് സംസാരിച്ചോണ്ടേയിരിക്കാം. ഓഹ്, അതൊന്നും വേണ്ട. നമ്മുടെ സംസാരം അമ്മ കണ്ടുപിടിച്ചാലേ പിന്നെ മറ്റന്നാളത്തെ ബർത്ത്ഡേ അലങ്കോലായി കിട്ടും. ഈ വിളിയോ അവസാനിക്കും. അമ്മയ്ക്ക് സംശയം തോന്നിയാ പിന്നെ രാത്രി എനിക്കൊപ്പം ആയിരിക്കും കിടക്കുന്നത്. അയ്യോ, അത് വേണ്ട. ഇടയ്ക്ക് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടും. ഇനിയിപ്പോ നീ ഫോൺ സൈലന്റ് ആക്കിക്കോ. ആരെങ്കിലും വിളിച്ചാലും എടുക്കണ്ട. ഇനിയിപ്പോ ആര് വിളിക്കാനാ? അല്ല, ആ നവീൻ ചിലപ്പോ രാത്രിയൊക്കെ വിളിക്കാറുണ്ടല്ലോ. നവീനേട്ടൻ പാവമല്ലടാ, വിളിച്ചോട്ടെ. അവളുടെ മനസ്സിലൊന്നുമില്ല. എങ്കിലും
അവള് മറ്റൊരാളെ കുറിച്ച് അങ്ങനെ പറയുമ്പോ എന്താണെന്നറിയില്ല. അവനെന്റെ കൂട്ടുകാരനാണെങ്കിലും അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ മാളവിക, 5-6 വർഷം നമ്മുടെ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം US പോയത്. ഹായ് മാളവിക. ഹായ്. ഇയാൾ അറിയോ? അതെന്തൊരു ചോദ്യം സർ? സാറിന്റെ വിവാഹ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടതാണല്ലോ. ജ്വല്ലറിയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടതിന് ശേഷം ഞാൻ മാളവികയെ വിളിച്ചത്. അപ്പോഴാ താൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് നല്ല വിഷമമുണ്ട് സർ. സാർ MD സ്ഥാനം ഒഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ലെന്ന് എനിക്കറിയായിരുന്നു. ഇതൊക്കെ താൽക്കാലിക, എതിരാളികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ മാർഗം മാത്രം. പിന്നെ ഞാൻ റിസൈൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ മുത്തശ്ശൻ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞേനെ. അതിനു മുന്നേ ഞാൻ വ്യക്തമായൊരു തീരുമാനം എടുത്തത്. ഞാൻ ഒരുപാട് ആലോചിച്ചു. മൂർത്തി സാറിനെ പോലെ അറിവും പരിചയമുള്ള ഒരാള് ഇതുപോലൊരു തീരുമാനം എടുക്കാൻ പാടില്ലാത്തതാ. കമ്പനി തകർച്ചയിലേക്ക് പോവാന്ന് അറിഞ്ഞതോടെ മുത്തശ്ശൻ മറ്റൊരാളായി മാറിയെന്ന് വേണം കരുതാൻ. ഇപ്പോഴും അതിന്റെ ദേഷ്യമുണ്ട് ആദർശനെ കാണുമ്പോ. ഇനി അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്തൊക്കെ ടാസ്ക് തരുമെന്ന് അറിയില്ല. അറിയാലോ, ഇപ്പൊ ഇവളുടെ ഡിസൈനിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ട് പുതിയ ഡിസൈനേഴ്സിനെ അവർ തേടുന്നത്. അവര് എന്ത് ടാസ്ക് തന്നാലും അത് എന്നെ അറിയിച്ചാൽ മതി. അതിന് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കാം. അവിടെ ചെല്ലുമ്പോ അവർ ഏത് രീതിയിലാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയില്ല. അതിന്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ സാറിനെ എനിക്കറിയാം. സാറിന് വേണ്ടി കഴിവിന്റെ പരമാവധി ജ്വല്ലറിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കാം. അതിന് മാളവിക ആദ്യം ഇവിടെ കയറിപ്പറ്റിയാ വേണ്ടത്. ഒരു 3 മാസം എന്തായാലും ഇവിടെ കാണില്ലേ? ഉണ്ടാകും സർ. അത്രയും മതി. അതിനുള്ളിൽ ഞങ്ങൾ തേടുന്ന രഹസ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തണം. അതിന് പല വഴികളും തേടുക. ഞാൻ പോയിട്ട് വരാം സർ. അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി. മേ കമിൻ സർ? യെസ്, സർ, ഞാൻ മാളവിക. വരുമെന്ന് പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ അറിയാലോ. ഒരുപാട് ഡിസൈൻസ് വന്നായിരുന്നു. ആരും അങ്ങോട്ട് ഓക്കെ ആയില്ല. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം സർ. പിന്നെ ബാക്കിയൊക്കെ കമ്പനിയാണല്ലോ തീരുമാനിക്കേണ്ടത്. നല്ല ഡിസൈനറെ കിട്ടാതിന്റെ വിഷമത്തിലാ ഡേവിഡ് സാർ. ഏതായാലും മാളവിക വാ. സാർ മാളവിക വന്നിട്ടുണ്ട്. താങ്ക് യു സർ. ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ സർ. അത് കഴിഞ്ഞാണ് US പോയത്. അതെ, എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട് സർ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഈ ജോലിയിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അത് ആവശ്യത്തിലധികം മാളവിക്കുണ്ട്. പക്ഷെ അതൊന്നും പോരാ. നയന കളക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട് സർ. അത് ഫേമസ് അല്ലേ? അങ്ങനെ ഫേമസ് ആണെന്ന് പാടി പുകഴ്ത്താനല്ല ഞാൻ ഇവിടേക്ക് നിങ്ങളെ പോലുള്ള ഡിസൈനേഴ്സിനെ ക്ഷണിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു കളക്ഷൻ നമുക്ക് വേണം. ഞങ്ങൾ ചില ഐഡിയാസ് തരും. അതിന്റെ കൂടെ മാളവികയുടെ ഐഡിയാസും കൂടി കോർത്തിണക്കി കസ്റ്റമേഴ്സിനെ ഇംപ്രസ് ചെയ്യുന്ന ഡിസൈൻ തയ്യാറാക്കി തരണം. അത് തയ്യാറാക്കിക്കൊണ്ട് വന്നാൽ മതി സർ. പോരാ, 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ തരുന്ന ഐഡിയ വെച്ച് ഡിസൈൻ ചെയ്യണം. അതും ആരെയും ഭ്രമിപ്പിക്കുന്ന ഡിസൈൻ. അയ്യോ സർ, 1 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോ ഇവിടെ ഇരുന്ന് വേണ്ട, അതിന് പ്രത്യേക ക്യാബിൻ തരും. അവിടെ ഇരുന്ന് സമാധാനത്തോടെ ചെയ്താൽ മതി. പക്ഷെ സമയം 1 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും കൂടുതൽ തരില്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം പ്രതീക്ഷിച്ചില്ല സർ. ഇതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ മാളവികയ്ക്ക് ഇത് മതിയാക്കി പോവാം. US-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ജോലിയെ പറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് നാട്ടിൽ സെറ്റിൽ ആവണമെന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാലറി ഞങ്ങൾ തരും. അത് മാത്രമല്ല, പിന്നീട് മാളവിക എന്ന പേര് ലോകം മുഴുവൻ അറിയും. താൻ ഒരു ബ്രാൻഡായിട്ട് മാറും. അത്രയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല സർ. എന്നാൽ പ്രതീക്ഷിക്കണം. ഇന്ന് ഇവിടെ ഇന്റർവ്യൂവിന് വന്ന എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇതുവരെ ആരും തന്നെ ഞങ്ങൾക്ക് മതിപ്പുളവാക്കുന്ന രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടില്ല. പിന്നെ ഞാൻ മാത്രമല്ല വിധി തീരുമാനിക്കുന്നത്. എനിക്ക് മുകളിൽ മറ്റു പലരും ഉണ്ട്. അത് ശരി. അപ്പൊ ഇയാൾക്ക് മുകളിലും ആൾക്കാരുണ്ട്. എന്താണ് മാളവിക ആലോചിക്കുന്നത്? അല്ല, ഇപ്പൊ തന്നെ ഏതാണ്ട് തോറ്റ അവസ്ഥയിലാണ് ഞാൻ. എങ്കിൽ പൊയ്ക്കോ. അല്ല, അത് എന്തായാലും എവിടം വരെ വന്നില്ല സർ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ശരി. ഇത് പ്രകാരമുള്ള ഡിസൈനാണ് ഞങ്ങൾക്ക് വേണ്ടത്. കുറച്ച് ടഫാണല്ലോ സർ. അതെ, ഇതിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളും വിജയിക്കും. അതുപോലെ തന്നെ നയന കളക്ഷൻസ് കൂപ്പുകുത്തുകയും ചെയ്യും. ശരി സർ. എവിടെ എന്റെ ക്യാബിൻ? ഞാൻ ജോലി തുടങ്ങാം. ആയിക്കോട്ടെ. ജോർജെ, താനൊന്ന് ഇങ്ങോട്ട് വന്നേ. ആദർശേട്ടാ, മാളവികയുടെ മെസ്സേജാ. എന്തായി? 1 മണിക്കൂറിനുള്ളിൽ അവർ പറഞ്ഞ രീതിയിൽ ഡിസൈൻ തയ്യാറാക്കി കൊടുക്കണമെന്ന്. അവരുടെ ഐഡിയ വെച്ച് തന്നിട്ടുണ്ടോ? ഉണ്ട്. നോക്ക്, ഇത് കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. ഇത് 1 മണിക്കൂർ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആദർശൻ എന്നോട് പല ഡിസൈനിനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് ആദ്യം ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വരച്ചു തുടങ്ങുമ്പോ അറിയാതെ കൈകൾ ചലിച്ചു തുടങ്ങും. എന്തായാലും ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഏകദേശം ഒത്തു വന്നാൽ മതി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡിസൈൻ വരച്ചതുകൊണ്ട് അതിന്റെ പ്രിവിലേജ് എന്തായാലും അവൾക്ക് കിട്ടാതിരിക്കില്ല. എന്നാലേ നീ പെട്ടെന്ന് വരച്ചു തുടങ്ങിക്കോ. ഞാനിത് വായിച്ചിട്ട് മനസ്സിലുള്ള ഐഡിയാസ് പറയാം. എന്താ ടാസ്ക് ഏറ്റെടുത്തോ? ഏറ്റെടുത്തു സർ. കുറച്ച് കട്ടിയാണ്. മാളവിക്ക് അറിയാലോ, ഇന്ത്യക്കകത്തും പുറത്തും നമ്പർ 1 ആകാൻ പോകുന്ന ജ്വല്ലറി ആയത്. അവിടെ പിന്നെ ചെറിയ പരീക്ഷണങ്ങളൊന്നും തരില്ലല്ലോ. 1 മണിക്കൂറാണ് മുന്നിലുള്ളത്. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്താലേ അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. എന്നാ പിന്നെ സമയം കളയണ്ട, നടക്കട്ടെ. ഓക്കെ സർ. നയന മാഡം ബ്രില്യന്റ് ആണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുമായിരിക്കും.